നമ്മുടെ ബന്ധങ്ങളെയും മനുഷ്യരെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അദ്ദേഹം ഭയങ്കര ക്രൂരനാണ്, പിശുക്കനാണ്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തവനാണ് എന്നൊക്കെ. വേറെ ചിലരെക്കുറിച്ച് നമ്മൾ പറയും, അയാൾ എന്ത് നല്ല മനുഷ്യനാണ്, എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊന്നും പ്രതിഫലിപ്പിക്കാതെ ആരെ കണ്ടാലും സന്തോഷത്തോടെ പെരുമാറുന്ന മനുഷ്യൻ, എന്ത് നല്ല മനുഷ്യനാണ്. ഈ പ്രയോഗങ്ങൾ ചെന്നെത്തിക്കുക ആ വ്യക്തികളുടെ ഹൃദയഭാവങ്ങളിലേക്കാണ്. ഒരു മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആവിഷ്കാരമാണ്. ആ ഹൃദയത്തിൻ്റെ അന്തരാളങ്ങളിൽ കുടികൊള്ളുന്ന മനോഭാവങ്ങൾ, സംഘർഷങ്ങൾ, മുറിവുകൾ, സന്തോഷങ്ങൾ, ഇതിൻ്റെയൊക്കെ ഒരു ആവിഷ്കരിക്കപ്പെടുന്ന ഭാവമാണ് ഹൃദയത്തിൻ്റെ ഭാവം. ഈ മാസം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തിനായിട്ട് മാറ്റിവെച്ച മാസമായിരുന്നു. ഈശോയുടെ ഹൃദയഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനുള്ളൊരു ക്ഷണം കൂടിയായിരുന്നു അത്. ഈശോയുടെ ഹൃദയഭാവങ്ങളെ സുവിശേഷത്തിലുടനീളം വ്യക്തമാക്കുന്നുണ്ട്. വിശന്നു പൊരിയുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നുന്ന ഈശോ, അതുപോലെ തന്നെ കുരുടനും മുടന്തനും തളർവാദ രോഗിക്കൊക്കെ സൗഖ്യസ്പർശനവുമായി കടന്നു ചെന്ന കരുണയുടെ മുഖം, തമ്പുരാൻ്റെ കരുണ വരച്ച് കാണിക്കുന്ന ഹൃദയഭാവങ്ങൾ, ജനക്കൂട്ടത്തോട് അലിവ് തോന്നുന്ന, സഹാനുഭൂതി തോന്നുന്ന ഹൃദയഭാവങ്ങൾ, അതിലെല്ലാറ്റിലും ഉപരിയായിട്ട് എന്നെ സ്പർശിച്ചത് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. ഓരോ വ്യക്തിയെയും അവരായിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയഭാവം. പാപിനിയായ സ്ത്രീയെ അവർ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവളെ വിധിച്ച് രംഗം വഷളാക്കുവാനല്ല ഈശോ ശ്രമിച്ചത്, മറിച്ച് ആ സ്ത്രീയെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുന്ന ഹൃദയഭാവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഇനിമേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ തക്കവണ്ണം ആ സ്ത്രീയെ മറ്റൊരു ദിശയിലേക്ക്, ജീവിതത്തിൻ്റെ പരിവർത്തനങ്ങളിലേക്ക് നയിക്കുകയായിരുന്നു. സമറിയക്കാരത്തി സ്ത്രീയുമായിട്ട് ഈശോയുടെ കൂടിക്കാഴ്ചയുടെ സമയത്ത് ആ സ്ത്രീക്ക് ഈശോ അന്യനായിരുന്നു. പക്ഷേ ഈശോയുടെ ഹൃദയഭാവങ്ങൾ ഡയലോഗിലൂടെ ആവിഷ്കരിക്കപ്പെട്ടപ്പോൾ അവസാനം ഈശോ അവൾക്ക് രക്ഷകനായി മാറി. ഡയലോഗുകളിലൂടെ, വ്യക്തിബന്ധങ്ങളിലൂടെ തൻ്റെ ഹൃദയഭാവങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുത്തുകൊണ്ട് അവരെ അവരായിരിക്കുന്ന രീതിയിൽ കാണുന്ന ഒരു ഹൃദയം. ഈ ഹൃദയഭാവങ്ങളെ നമ്മൾ ധ്യാന വിഷയമാക്കുമ്പോൾ ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ മാസം അവസാനിക്കുവാൻ ഏതാനും ദിവസങ്ങളെയൊക്കെ ഉള്ളൂ. ഇന്ന് തന്നെ ഒരു ചിന്ത കൊണ്ടുവരാം. ഇന്നത്തെ ദിവസം ഈശോയുടെ ഹൃദയഭാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഒരു ദിവസമായിരിക്കും എൻ്റേത്. ഈ ശുഭാരംഭം നിങ്ങൾക്കതിന് കരുത്താക്കി മാറട്ടെ, ശക്തിയായിട്ട് തീരട്ടെ. ഈശോയുടെ ഹൃദയഭാവങ്ങൾ കരുണയുടെ, സ്നേഹത്തിൻ്റെ, മറ്റൊരാളെ അവരായിരിക്കുന്ന അവസ്ഥയിൽ അംഗീകരിക്കുന്ന ഹൃദയഭാവങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.